മികച്ച നടനുള്ള ദേശീയ അവാർഡ് മിക്കവാറും മമ്മൂട്ടി സ്വീകരിക്കത്തില്ല. മമ്മൂട്ടി അത് തിരിച്ചു കൊടുക്കും. കാരണം മുക്കാൽ മീഡിയയിലെ അജിംസിനും നിഷാദ് റാവുത്തറിനും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. മുക്കാൽ മീഡിയ എന്ന് നമ്മൾ പറയുന്നത് മുക്കാൽ ഭാഗവും നുണ പറയുന്ന മാധ്യമം എന്നുള്ള ശ്രീജിത്ത് പണിക്കരുടെ വാക്ക് കടമെടുത്തിട്ടാണ് മുക്കാൽ മീഡിയ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ഏതായാലും ഇന്നലെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ നിഷാന്തും അജിംസും ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അറിയേണ്ടതാണ്. മമ്മൂട്ടി സംഘിയായിരിക്കുന്നു എന്നാണ് ചുരുക്കം. അതുകൊണ്ട് മമ്മൂട്ടി മലയാളത്തിന് അപമാനമാണ്. അതുകൊണ്ട് മലയാളിക്ക് ഒരഭിമാനവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല മമ്മൂട്ടി ഇത്തവണ ദേശീയ അവാർഡ് നേടിയതിൽ. കാരണം മമ്മൂട്ടി നിലപാടുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. നിഷാന്ത് റാവുത്തർ ഈ പറയുന്ന കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചർച്ച തുടങ്ങുന്ന രീതി പറയണം കേട്ടോ. ഇത് 2014 മുതൽ അജിംസ് എന്ന് പറയുന്ന മാധ്യമ സിംഹം ഈ ദേശീയ അവാർഡ് വാച്ച് ചെയ്യുന്നുണ്ട്. 2014 മുതൽ അത് സംഘപരിവാർ അനുകൂലികൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ് ദേശീയ സിനിമ അവാർഡുകൾ. 2014 മുമ്പോ ആർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്? അത് 2014 ശേഷമാണല്ലോ ഇന്ത്യ ആരംഭിക്കുന്നത്. 2014 ശേഷം ആണ് ഇന്ത്യ ആരംഭിക്കുന്നത്. 2014 ശേഷം വന്ന സർക്കാരാണ് ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ 1947 ആഗസ്റ്റ് 15 മുതലുള്ള സകല കുഴപ്പങ്ങളുടെ ഉത്തരവാദിത്തം 2014 മുതൽ ഇപ്പോൾ വരെ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ്. അത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം പറയാണ് ഇപ്പോൾ കുറച്ചായിട്ട് സിനിമകൾക്ക് അവാർഡ് കിട്ടുന്ന ആർക്കൊക്കെയാണെന്നറിയാമോ? ആർട്ടിക്കിൾ 370 പോലെയുള്ള സിനിമകൾ, അങ്ങനെ ദേശീയത പറയുന്ന പട്ടാളക്കഥകൾക്കാണ് കിട്ടുന്നത്. പട്ടാളക്കഥകൾക്ക് അവാർഡ് കൊടുത്താൽ ശരിയാവുമോ? കാരണം ഇവരൊക്കെ ഈ അജിംസിൻ്റെയൊക്കെ ടീംസ് കരുതുന്നത് എന്തെന്നറിയോ? പാകിസ്ഥാൻ പട്ടാളം ഒരു ദിവസം അതിർത്തികൾ കടന്നിങ്ങോട്ട് വരും, അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ ചേർന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന് പച്ചപ്പരപതാരി വിരിച്ച് ഇന്ത്യയുടെ ഭരണം അങ്ങ് പാകിസ്ഥാൻ ഏറ്റെടുക്കും എന്ന് കണ്ട് സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകൾക്ക് പട്ടാളത്തെക്കുറിച്ചുള്ള സിനിമകൾ ഇറക്കി ആ സിനിമകൾ വൻ വിജയമായാൽ അതിന് അവാർഡ് കിട്ടിയാൽ സഹിക്കുമോ? അജിംസിൻ്റെ സങ്കടം സ്വാഭാവികമാണ്. കാരണം ഇന്ത്യൻ പട്ടാളത്തെക്കുറിച്ചോ വേണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാൻ പട്ടാളത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അസിം മുനീറിനെ കുറിച്ചൊരു സിനിമ ചെയ്താൽ കൊള്ളാം, നന്നായിരിക്കുന്നു, ദേശീയോദ്ഗ്രഥനം എന്തൊക്കെ പറയാം, അങ്ങനെയാണല്ലോ, അതവിടെ നിൽക്കട്ടെ. പിന്നെ പറയുന്നുണ്ട് ഈ പുതിയ മമ്മൂട്ടിക്കൊപ്പം ദേശീയ അവാർഡ് കിട്ടിയ കാർത്തിക് ആര്യനുണ്ടല്ലോ, ചന്തു ചാമ്പ്യൻ എന്നുള്ള സിനിമയിൽ അഭിനയിച്ച ആൾ, അയാൾ നടനൊന്നുമില്ല, അയാളൊരു മോഡലല്ലേ. മോഡലായ ആൾക്ക് അഭിനയിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് മമ്മൂട്ടി കൊണ്ട് വക്കീലായിരുന്ന ആൾക്ക് അഭിനയിക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ഏതായാലും ആടുജീവിതം എന്നുള്ള സിനിമയ്ക്ക് അതിനുവേണ്ടി എത്ര മനോഹരമായിട്ടാണ് ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ചത്, എന്നിട്ട് കൊടുത്തില്ലല്ലോ. പക്ഷേ ഇപ്പോൾ കാർത്തിക് ആര്യന് കൊടുത്തിരിക്കുന്നു. കാർത്തിക് ആര്യൻ മിക്കവാറും സംഖ്യയാണ്. എന്നിട്ട് ഈ റാവുത്തരോ മറ്റോ പറയുന്നുണ്ട്, അല്ല കാർത്തിക് ആര്യൻ മോശക്കാരനൊന്നും അല്ല, 50 മില്യൺ ആളുകൾ അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്, വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആണ്. ഇതിൽ രണ്ടും കൂടെ പറയരുത്. കാർത്തിക് ആര്യനെ മോഡലാണ്, ആർക്കും വേണ്ടാന്ന് ഒരുത്തം പറയും, മറ്റവൻ ഇടയ്ക്ക് പറയും കാർത്തിക് ആര്യൻ അങ്ങനെ മോശമൊന്നുമില്ല, 50 മില്യൺ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. 50 മില്യൺ ആളുകൾ ഫോളോ ചെയ്യുന്ന ആരാധിക്കുന്ന ഒരാൾ മോശം ആളാ അല്ല എന്ന് പറയും. ഇവന്മാർ പറയുന്നത് എന്താണെന്ന് ഇവന്മാർക്ക് തന്നെ ബോധമില്ല. എന്തോ കൂട്ടിയിട്ട് പുകച്ചിട്ട് വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന പോലെയാണ് പല ചർച്ചകളും. കാരണം ഇതിപ്പം എനിക്ക് വലിയ രസമാണ് ഇവരുടെ ഈ കോമഡി ഷോ ഇതിനൊക്കെ കാണാൻ. എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ഔട്ട് ഓഫ് ഫോക്കസ് കാണും. നിങ്ങളും അത് കണ്ടിട്ട് ഇവന്മാർക്ക് 4 ചക്രം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ ഈ നിലവിളി കേൾക്കാൻ എന്തൊരു സന്തോഷമാണെന്നറിയാം. എന്നിട്ട് അതിൻ്റെ താഴെ ഇവന്മാരെ ഊടുപാട് ആളുകളെടുത്ത് ഇങ്ങോട്ട് പഞ്ഞിക്കിരുന്നൂടെ വായിക്കുമ്പോൾ ആ ദിവസം ധന്യമായി. ഇനി ഇത് തീർന്നില്ല. അപ്പോൾ അമരൻ എന്ന് പറയുന്ന തമിഴ് സിനിമയ്ക്ക് കൊടുത്തു, അതും പട്ടാളക്കഥ. ഈ പട്ടാളം ഇന്ത്യൻ പട്ടാളം ഇവിടെ ഉള്ളതാണല്ലോ പ്രശ്നം. ഇന്ത്യൻ പട്ടാളം ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ ഒരുത്തം പണ്ട് പ്രസംഗിച്ചില്ലേ, ഇന്ത്യൻ പട്ടാളം ഒരു 10 പട്ടാളവും പോലീസും 10 മിനിറ്റ് മാറി നിന്നാൽ ഞങ്ങൾ 12 കോടി മുസ്ലിങ്ങൾ ഇവിടുത്തെ 100 കോടി ഹിന്ദുക്കളെ തീർക്കും. പിന്നെ ഇന്ത്യൻ പട്ടാളം ഇല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിനും ബംഗ്ലാദേശ് പട്ടാളത്തിനും ഇങ്ങോട്ട് കയറി വരാമല്ലോ, അപ്പോൾ ഞമ്മൻ്റെ രാജ്യം ശരിയാവുമല്ലോ. അപ്പോൾ ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് അജിംസിനെ സംബന്ധിച്ച് ഉടുപ്പിനകത്ത് ചൊറിയമ്പുഴ വീണ പോലെയാണ്. ഇന്ത്യൻ പട്ടാളത്തെക്കുറിച്ച് വിട്ടത് എന്തൊരു പട്ടാളമാണ്. ഇനി അജിംസിൻ്റെ ഏറ്റവും വലിയൊരു പരാതി ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വോയിസ് കേൾപ്പിക്കാം കേട്ടോ. അതായത് അജിംസ് പറയുകയാണ്, നമ്മുടെ പത്മ അവാർഡുകൾക്കൊന്നും ഒരു വിലയില്ലാണ്ടായി. പണ്ടൊക്കെ മമ്മൂട്ടിയുടെ ഒരു സിനിമയിലുണ്ട് പ്രാഞ്ചിയേട്ടൻ പത്മശ്രീ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ ഒരു നിലയും വിലയുമുള്ള ആളുകൾക്കാണ് പത്മ അവാർഡ് കിട്ടിയിരുന്നത്. ഇപ്പം കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഗ്രാമങ്ങളിലൊക്കെ
താമസിക്കുന്ന ഒരു സിനിമ പറയും ബ്ലഡി ഗ്രാമവാസിയോ എന്നൊക്കെ പറയുന്ന പോലെ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന വളരെ സാധാരണക്കാർക്ക്, ആരും അറിയപ്പെടാത്ത ആളുകൾക്ക്, അവർക്കൊക്കെയാണ് പത്മ കിട്ടുന്നത്. നല്ല കുടുംബത്തിൽ ജനിച്ച വലിയ ധനാഢ്യന്മാരായ ആളുകൾക്കൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ പറയും ഞാൻ ചുമ്മാ പുളുവടിക്കാതെ. ഇങ്ങനെ പത്മ അവാർഡ് പണ്ട് കാശുള്ളവൻ പണം കൊടുത്ത് സ്വാധീനിച്ച് കോടികൾ കൊടുത്ത് മേടിക്കുന്ന പ്രാഞ്ചിയേട്ടൻ അവാർഡായിരുന്നത് മോദി വന്നതിന് ശേഷം അർഹരായ ആളുകൾക്ക്, ആദിവാസികൾക്ക്, സാധാരണ ഗായകർക്ക്, കൃഷിക്കാർക്ക് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. പണ്ട് ആർക്കാ കിട്ടിയത്? ഉന്നത കുലജാതരായ അതിസമ്പന്നരായ കോടീശ്വർക്ക് മാത്രം കിട്ടുന്നതായിരുന്നു ഈ പത്മ അവാർഡുകൾ. അതാണിപ്പോൾ കഴിഞ്ഞ മോദി ഭരണത്തിന് ശേഷം വളരെ സാധാരണ ജനകീയ അവാർഡുകളായി മാറി. അതിനെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ വില അതോടെ പോയി. അപ്പോൾ ആർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്? പത്മ അവാർഡുകൾ പ്രാഞ്ചിയേട്ടന്മാർക്ക് അല്ലേ? എങ്കിലേ അജിംസിന് തൃപ്തിയുള്ളൂ. ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ പറയുമോ എന്ന് സംശയമുള്ളവർ അജിംസിൻ്റെ വാക്കുകൾ കേട്ടോളൂ. മുൻകാലങ്ങളിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് എങ്ങനെയാ വെച്ചാൽ പത്മ അവാർഡ് കുറച്ച് ലോബിങ് നടത്തിയേ കിട്ടുമായിരുന്നു, ക്യാഷ് ഉള്ളവന് കിട്ടുമായിരുന്നു. മോദി വന്നപ്പോൾ എന്ത് ചെയ്തു? തീരെ അറിയപ്പെടാത്ത ഏതെങ്കിലും വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആരും അറിയാത്ത ആൾക്ക് പത്മ അവാർഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ, ഈ ലോബി അങ്ങ് നിന്നു. പ്രമുഖരാരും പത്മ അവാർഡിന് വേണ്ടി ശ്രമിക്കില്ല. ട്രാൻസ്ജെൻഡർ ആൻഡ് സീനിൽ പത്മ അവാർഡിന് വേണ്ടി മമ്മൂട്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, ആ മമ്മൂട്ടിയുടെ ക്യാരക്ടർ. അതുപോലെ ആരും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ പത്മ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരാളെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമില്ല, അത് ആർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലായി. അതുപോലെ തന്നെയാണ് നാഷണൽ അവാർഡ്. വെള്ളാപ്പള്ളിക്ക് വരെ കിട്ടുന്ന സാധനമാണ് വെള്ളാപ്പള്ളി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നാഷണൽ അവാർഡിനെ സംബന്ധിച്ച്, നാഷണൽ അവാർഡ് ഒരാളെ സംബന്ധിച്ച് പ്രൈഡായിരുന്നു, ഒരു കാലത്ത് ഒരു പ്രൈഡായിരുന്നു. ഇപ്പോൾ ഭരത് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ്, ഭരത് ഗോപി, ഭരത് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആരും അങ്ങനെയൊന്നും പറയാറില്ല. നാഷണൽ അവാർഡ് ഭരത് പിന്നെ അതൊന്നും ഒഴിവാക്കി. പക്ഷേ എന്നാൽ പോലും അതൊരു വലിയ കാര്യമായിട്ട് ഇപ്പോൾ ആരും കാണുന്നില്ല. ആർക്കും കിട്ടാവുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ടെന്ന് സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടുന്നത് എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു വന്നിട്ട് വരുവാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിയിലേക്കാണ്. മമ്മൂട്ടിയുടെ നിലപാടിൽ മാറ്റമുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, RSSൻ്റെ പ്രവർത്തകർ അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് അക്ഷതവുമായി മമ്മൂട്ടിയുടെ വീട്ടിൽ വന്നു. മമ്മൂട്ടി അവരെ മാനിച്ച് സ്വീകരിച്ചു. മമ്മൂട്ടി എന്ത് ചെയ്യണമായിരുന്നു? ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, ഇറങ്ങിപ്പോടെ, എൻ്റെ വീട്ടിലേക്ക് അക്ഷതം കൊണ്ടും വരാനൊന്നും പറ്റില്ല, ഇറങ്ങിപ്പോ ഇതുപോലെ ഗെറ്റൗട്ട് അടിച്ചില്ല. മമ്മൂട്ടി ഗെറ്റൗട്ട് അടിച്ചില്ല. മമ്മൂട്ടിയുടെ പണ്ട് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്നിട്ട് പറഞ്ഞു, മമ്മൂക്ക നിങ്ങൾ മുസ്ലിം അല്ലേ, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ മീശ വെക്കാതെ താടി നീട്ടി വളർത്താം എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോടാ ചെറ്റെ എന്നും മമ്മൂട്ടി പറഞ്ഞു എന്നാണ് TG മോഹൻദാസ് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. മമ്മൂട്ടി ഇത്തവണ എന്തുകൊണ്ട് പരിഗണിച്ചു എന്നുള്ളതിനർത്ഥം മമ്മൂട്ടിയും ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി കൂടുതൽ അടുത്തു എന്നാണ് അതിനർത്ഥം. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അയോധ്യ രാമക്ഷേത്രം പണിയാൻ വേണ്ടി അക്ഷതവുമായി വരുമ്പോൾ RSകാരെ സ്വീകരിക്കുന്നു. കേൾക്കുന്നൊരു കഥ, അദ്ദേഹം അർത്ഥത്തിൽ BJP RSുമായിട്ട് കുറേ കൂടി അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിനിടയിൽ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ കസ്റ്റംസിൻ്റെ റെയ്ഡൊക്കെ നമുക്കറിയാം. ആ കേസ് പിന്നെ എവിടെയും ഇല്ലാതായിപ്പോയെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ സുഖിപ്പിച്ച് നിൽക്കുന്നവർക്ക് അവാർഡ് കിട്ടൂ എന്നുള്ളതെങ്കിൽ മമ്മൂട്ടി അതിനും തയ്യാറാണ് എന്നാണോ ഈ അവാർഡ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും മമ്മൂട്ടി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വർഗീയ തിമിരം ബാധിച്ച ആളൊന്നുമല്ല. RSSൻ്റെ പ്രവർത്തകർ അക്ഷതവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആട്ടിപ്പായിച്ചില്ല എന്നത് ഏറ്റവും വലിയ കുറ്റമായി അജിംസ് കാണുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സിനിമ പിടിച്ചെടുക്കുക എന്നുള്ളത് RSSൻ്റെ ഒരു അജണ്ടയാണ്. തെലുങ്ക് സിനിമ അവർ പിടിച്ചെടുത്ത്, തെലുങ്ക് സിനിമയിൽ ഇപ്പോൾ ഒരുപാട് പുരാണ കഥകൾ ഒക്കെ വരുന്നുണ്ട്. തെലുങ്കിൽ ആരംഭിക്കുക, തമിഴ് മാത്രം നടക്കുന്നില്ല. കേരളത്തിൽ അത് നടക്കുന്നില്ലായിരുന്നു. കേരളത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്വേതാ മേനോനെയൊക്കെ ഉപയോഗിച്ചിട്ട് മലയാള സിനിമ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്വേതാ മേനോനെ, ലക്ഷ്മിപ്രിയയെ ഉപയോഗിച്ച് RSS പദ്ധതി നടപ്പാക്കി എന്നുള്ള പുങ്കത്തരമാണ് ഈ പൊന്നു മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ മലയാള സിനിമ ആരുടെ കയ്യിലാണെന്നറിയാം. മലയാള സിനിമ കുറേ കാലമായി ആരാണ് മലയാള സിനിമയിൽ കൊടികുത്തി വാഴുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സാമ്പത്തികമായി മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കിയത്, ദിലീപിനെ തകർത്തത്, രാജപ്പനെ പ്രൊമോട്ട് ചെയ്തത് ഒക്കെ എല്ലാവർക്കും അറിയാം. അതിലേക്കൊന്നും കടക്കണ്ട. ഇപ്പോൾ ഈ സുഡാപ്പികളുടെ പ്രമോഷൻ കിട്ടിയ പൃഥ്വിരാജ് എന്ന് പറയുന്ന നല്ല നടന് പറ്റിയ ദയനീയാവസ്ഥ കണ്ടില്ലേ? ഒരാളും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ. ആ തരത്തിലേക്ക് മാറി. അപ്പോൾ ഏതായാലും ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, നോക്കൂ, മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയാൽ സോഷ്യൽ മീഡിയ അങ്ങോട്ട് ആഘോഷിക്കേണ്ടതായിരുന്നില്ലേ? സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നതേ ഇല്ല, മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മമ്മൂട്ടി നിലപാടുകൾക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അത് ഒരു മൂല്യമില്ലാത്ത അവാർഡാണ് ഇത്തവണ മമ്മൂട്ടി കിട്ടിയത്. ദേശീയ അവാർഡിനൊന്നും ഒരു മൂല്യമില്ല. മമ്മൂട്ടി കിട്ടിയ ഒരു കാര്യം, സംഘികൾ കൊടുക്കുന്ന അവാർഡല്ലേ, അത് വേണ്ടാന്ന് പറഞ്ഞ് മമ്മൂട്ടി പോകണമായിരുന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, മമ്മൂട്ടിക്ക് ഇത്തവണ ദേശീയ അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ നേരെ തിരിച്ചു പറയും,
കണ്ടില്ലേ, ഭ്രമയോഗം പോലെയുള്ള സിനിമകൾ ഉണ്ടായിട്ടും തവണയും മമ്മൂട്ടിയെ തഴഞ്ഞിരിക്കുന്നു. മമ്മൂട്ടിയെ തഴയാനുള്ള കാരണം മമ്മൂട്ടിയുടെ പേരാണ്, മമ്മൂട്ടിയുടെ മതമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് നിലവിളിച്ചത്. മമ്മൂട്ടിക്ക് കൊടുത്തപ്പോൾ പിന്നെ കൊടുത്തത് ഭ്രമയുഗത്തിനാണല്ലോ. ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഒരു ഹിന്ദു ദുർമന്ത്രവാദമൊക്കെ ആണെങ്കിലും ഹിന്ദു വിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ്. അതും പിടിച്ചിട്ടുണ്ടാവത്തില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ ക്ലീനായിട്ട് വന്നു നമ്മുടെ റാവുത്തറാണ് കേട്ടോ ഈ കൂട്ടത്തിൽ വിഷം കൂടിയ ഇനം. ദാവൂദിന് പോലും അത്രയും കാണത്തില്ല വിഷം. ഈ റാവുത്തർ പറയാണ്, അല്ല ഇതിനകത്ത് ഒരു കാരണമുണ്ട്. ദുൽഖർ ഉണ്ടല്ലോ, സമീപകാലത്ത് അവസാനമായി പോസ്റ്റ് ചെയ്ത ചിത്രം എന്താണെന്നറിയാമോ? പ്രധാനമന്ത്രിയുടെ വീട്ടിൽ മമ്മൂട്ടി, ഭാര്യ, ദുൽഖറിൻ്റെ ഭാര്യ എല്ലാം നിൽക്കുന്നു. അത് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്നറിയാമോ? ഇയാൾ നോക്കുമ്പോൾ ആ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഭാര്യയും ദുൽഖറിൻ്റെ ഭാര്യയും തട്ട ഇട്ടിട്ടില്ല. സഹിക്കുമോ? പൊറുക്കാൻ പറ്റുമോ ജമാഅത്തെ ഇസ്ലാമിക്കാരന്? ഇല്ല. അതുകൊണ്ടുകൂടി ആവണം പറയുന്നത്. ദുൽഖർ അവസാനം ഇട്ടൊരു പടം ഉണ്ടല്ലോ, ആ പടം എല്ലാം വിളിച്ചു പറയുന്നത്. മമ്മൂട്ടിയുടെ മകൻ്റെ ഫേസ്ബുക്കിൽ അവസാനം പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങൾ ഈ അവാർഡുമായി ബന്ധിപ്പിക്കുമോ എന്ന ചോദ്യവും പോലും അത് അങ്ങനെ പോലും പറയുന്ന ആൾക്കാരുണ്ട്. സാധാരണ നിലയ്ക്ക് മമ്മൂട്ടി ഒരിക്കലും കേൾക്കാത്ത ആക്ഷേപമാണത്. മമ്മൂട്ടി ഒരിക്കലും അങ്ങനത്തെ ആക്ഷേപം കേട്ടില്ല. മമ്മൂട്ടി സംഘപരിവാര ഗവൺമെൻറ്റുമായി ബന്ധമുണ്ടാക്കി അവാർഡ് മേടിക്കാൻ നിൽക്കുന്ന ആളാണെന്ന ആക്ഷേപം ഒരിക്കലും ഇതും കേട്ടില്ല. ഒരു ഷോയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടോ, സാധാരണ നിലയ്ക്ക് അവാർഡിൽ ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഒരു അവാർഡിലും പരിഗണിക്കാത്ത ആളാണ് ഞാൻ. അവാർഡുകളുള്ള അദ്ദേഹത്തിൻ്റെ സംഗതി ഉണ്ടല്ലോ, ഒരു വിങ്ങൽ കിട്ടാനുള്ള ഒരു ആഗ്രഹം. അത് എത്രയോ അവാർഡ് കിട്ടിയ ആളാണ്. ഇപ്പോഴും അദ്ദേഹം നഷ്ടമായിട്ടില്ല. ഒരു അവാർഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സാധാരണ നിലയ്ക്ക് ഇപ്പോൾ അവാർഡുകൾ പരിഗണിക്കുമ്പോൾ ആദ്യം ഒഴിവാക്കുന്ന പേര് എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. ഈ സമീപ വർഷങ്ങളിൽ എപ്പോഴോ പറഞ്ഞ ഒന്നാണ്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രതീകമാണ്. അല്ല, നിങ്ങൾ സുഡാപ്പികൾക്ക് ഒരിക്കലും, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമികൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിക്കരുത്. കാരണം നിങ്ങൾ ഭരണഘടന ഇല്ലല്ലോ, ജനാധിപത്യം, ഭരണഘടന, ഇതൊന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയിലുള്ളതല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ബി ജെ പിക്കാരൻ്റെയും എല്ലാം പ്രധാനമന്ത്രിയാണ്. ബി ജെ പിയുടെ പ്രധാനമന്ത്രി അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഒരു നടൻ പോയി ആ നടൻ സകുടുംബം അവിടെ നിൽക്കുന്ന ആദരണീയനായ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് ദുഷിച്ച് പറയണമെങ്കിൽ ഇയാൾ മാധ്യമ പ്രവർത്തകനെന്നല്ല പറയേണ്ടത്, വിഷവ്യാപാരിയാണ്, വിഷത്തിൻ്റെ വ്യാപാരിയാണ്. കാരണം എനിക്കറിയില്ല, ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങൾക്ക് നേരെ, ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ വമിച്ചിട്ടുള്ള വിഷം എത്രയാണെന്ന്, എത്രമാത്രം പച്ച നുണകളാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എണ്ണി പറയാം. സത്യത്തിൽ ഈ ചാനലിനെ എന്നേക്കുമായി അടച്ചു പൊട്ടിക്കാനുള്ള കോണ്ടന്റ് ഇവർ പണ്ട് നിരോധനം പിൻവലിച്ച, സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് നിരോധനം പിൻവലിച്ചതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അതൊന്നും എടുത്ത് കാണിച്ച് അക്കമിട്ട് നിരത്തി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവന്മാരെ പൂട്ടിക്കാൻ ഇവിടെ ബി ജെ പിക്കാർക്കൊന്നും നേരമില്ലല്ലോ. വിമർശനമാണ്. കാരണം കേരളത്തിൽ ഇങ്ങനെ തനി വർഗീയത, വിദ്വേഷം, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കൽ, പരമത നിന്ദ, പരമത വിദ്വേഷമുണ്ടാക്കൽ ഒക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം വേറെയില്ല. വാർത്ത, നമ്മളൊക്കെ വാർത്ത പറയുന്നുണ്ട്, വാർത്തയുടെ പേരിൽ കളവ് പറയുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ദുൽഖറും അച്ഛനും അമ്മയും ഭാര്യയും പോയി നിന്ന്, ഞാൻ മമ്മൂട്ടിയുടെ കാര്യം പറയുന്നത്, ഒരു ചിത്രം എടുത്തിട്ടത് ഇന്ന് ഈ അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു സന്ദേശമാണ്, അതൊരു കാരണമാണ് എന്നൊക്കെ പറയുന്ന ഇവനെയൊക്കെ തെരണ്ടിവാലിലടിക്കണ്ടേ? സത്യത്തിൽ മുക്കാൽ മീഡിയയിലെ ആളുകളെ മുക്കാലി കെട്ടി അടിക്കാൻ കേന്ദ്ര സർക്കാരിന് ത്രാണിയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ആരെങ്കിലും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തണ്ടേ? മലയാളത്തിലല്ലേ ഇത് പറയുന്നത്. ഏതായാലും മുക്കാൽ മീഡിയയ്ക്ക് അജിംസിനും റാവുത്തർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മിക്കവാറും മമ്മൂട്ടി പേടിക്കും കേട്ടോ. മമ്മൂട്ടി ഈ അവാർഡ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനാണ് സാധ്യത. ഏതായാലും പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനത്ത് ജനിച്ച്, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടുകാരനായ, വൈക്കത്തിൻ്റെ അഭിമാനമായ പ്രിയപ്പെട്ട മമ്മൂട്ടി 4ാം തവണ ദേശീയ അവാർഡ് നേടിയ ഏക നടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് വലിയ അഭിമാനകരമായ നേട്ടമാണ്. അതിനെപ്പോലും ഇകഴ്ത്താനും ദുഷിക്കാനും വർഗീയത പറയാനും രാഷ്ട്രീയവൽക്കരിക്കാനും ശ്രമിക്കുന്ന അധമന്മാരെ എന്തു പേര് വിളിക്കും? നിങ്ങൾക്ക് അങ്ങനെ പേര് വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഇട്ടാൽ കൊള്ളാം. ഏതായാലും മറ്റുള്ളവർ പറയാൻ പഠിക്കുന്ന കാര്യങ്ങൾ അതിശക്തമായി ഞങ്ങൾ പറയും. അക്കാര്യത്തിൽ ആരെയും ഭയമില്ല എന്നുറക്കം പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.